Hello, welcome to my new video. Today we are going to study properties of the ellipse, which is the case of central force motion of planets. Let us go to the first slide. As we already know that the equation of any conic section in polar coordinates is given by r is equal to r0 by 1 plus epsilon 1 minus epsilon cos theta. So this is a general equation of an ellipse. It is a general equation of a conic section. That means it can be an ellipse, it can be a hyperbola, it can be a parabola or something like that. So according to the values of epsilon and theta, this can be different shapes, different sections. But anyhow, all these are together called as conic section. So first of all, let me convert this equation into Cartesian coordinate systems. So we already know that there is a conversion from polar coordinate system to the Cartesian coordinate system. So we know the conversion is given by r is equal to root of x square plus y square. Accordingly, x is equal to r cos theta and y is equal to r sin theta. So if you put these values in this equation, r is root of x square plus y square, and then you find out expand this equation, you will get r0 square is y square plus x square into 1 minus epsilon square minus 2r0x. Now, if epsilon is between 0 and 1, then it will become an ellipse. This is the case of planets. That means that epsilon depends on the energy and angular momentum of the body. Accordingly, all planets comes in this category. So all planets revolve around the sun in elliptical form. Now today we are going to study what are the properties of this ellipse. ഇന്ന് നമുക്ക് എലിപ്സിന്റെ വിവിധ പ്രോപ്പർട്ടീസ്, അതായത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കറിയാം, ഏതൊരു കോണിക് സെക്ഷന്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത് r സമം r0 by 1 minus epsilon cos theta. എപ്സിലോൺ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ആണ്. അത് ആ ബോഡിയുടെ സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ഇരിക്കുന്ന ബോഡിയുടെ എനർജിയും ആംഗുലർ മൊമെന്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. തീറ്റ ആസ് വി നോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് വെക്ടർ ആൻഡ് ദ എക്സ് ആക്സിസ്. അപ്പോൾ എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്സിലോണിന്റെ വാല്യൂ 0-നും 1-നും ഇടയ്ക്ക് ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി നമുക്ക് എലിപ്സിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലെറ്റ് us come to the first section. In this equation, നമ്മളിപ്പോൾ പറഞ്ഞ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ എക്സ് ആക്സിസ് ബട്ട് ഇറ്റ് സെന്റർ ഡസ് നോട്ട് ലൈ അറ്റ് ദ ഒറിജിൻ. എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും, പക്ഷേ ആ എലിപ്സിന്റെ സെന്റർ ഒറിജിനിലായിരിക്കില്ല. ബിക്കോസ് എലിപ്സിന് രണ്ട് ഫോസി ഒറിജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇക്വേഷനിൽ എലിപ്സിലൂടെ പോകുന്ന ഒരു പ്ലാനറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഫോസിയിൽ നിന്നും ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് r മാക്സിമം ആകും, മിനിമം ആകും. മാക്സിമം ആകുന്നത് തീറ്റ 0 ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ the earth planet is far from the sun. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ 1 minus epsilon cos theta എന്ന് പറയുന്നത് 1 minus epsilon into 1 because cos 0 is 1. അപ്പോൾ ഡിനോമിനേറ്റർ കുറവാകുമ്പോൾ r മാക്സിമം ആകും, അപ്പോൾ ഡിസ്റ്റൻസ് മാക്സിമം ആകും. അതേപോലെ ഈ പ്ലാനറ്റിന്റെ ഡിസ്റ്റൻസ് കുറവാകുന്നത് തീറ്റ പൈ ആകുമ്പോഴാണ്. അപ്പോൾ പ്ലാനറ്റ് സണ്ണിന്റെ അടുത്ത പോയിന്റിലേക്ക് വരും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ആംഗിൾ തീറ്റ പൈ ആയി മാറും. ഈ സ്ഥലത്ത് പ്ലാനറ്റ് വരും. കറസ്പോണ്ടിംഗ്ലി ആ ഡിസ്റ്റൻസിനെ r മിനിം എന്ന് വിളിക്കും. ആ r മിനിന്റെ വാല്യൂ r0 by 1 plus epsilon ആയിരിക്കും. ഈ രണ്ടിന്റെ സം ആണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇഫ് യു ആഡ് ദിസ് ടു ഡിസ്റ്റൻസസ് r min plus r max, വാട്ട് വി ഗെറ്റ് ഇസ് മേജർ ആക്സിസ്. ഈ മേജർ ആക്സിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് r0 by 1 minus epsilon plus r0 by 1 plus epsilon. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ LCM 1 minus epsilon into 1 plus epsilon
1 minus epsilon square ആണ് LCM. അവസാനം 2r0 by 1 minus epsilon square ആയിരിക്കും. ഇത് മേജർ ആക്സിസിന്റെ പകുതിയാണ് സെമി മേജർ ആക്സിസ്. അപ്പോൾ ഈ മേജർ ആക്സിസിന്റെ പകുതി എന്ന് പറയുന്നത് ഈ 2 കട്ട് ചെയ്താൽ മതി. അപ്പോൾ r0 by 1 minus epsilon square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ സെമി മേജർ ആക്സിസിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, എലിപ്സിന്റെ ടോട്ടൽ എക്സ് ഡിസ്റ്റൻസ് കിട്ടും. എൻഡ് ടു എൻഡ് എക്സിലെ ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് ആ ഡിസ്റ്റൻസ്. അപ്പോൾ this is the semi major axis, that means half the distance. This is the full distance. Now we are going to find out x0. That means the distance which is the half the semi major axis distance minus r min. That means the minimum distance which is at theta is equal to pi. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ x0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൺ ഇവിടെയാണ്, ഇത് പ്ലാനറ്റ് ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് r min ആണ്. അപ്പോൾ ആ എലിപ്സിന്റെ യഥാർത്ഥത്തിലുള്ള ജോമെട്രിക്കൽ സെൻട്രൽ നിന്നും ഈ ഫോസിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x0. അപ്പോൾ x0 കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ ഹാഫ് ദ മേജർ ആക്സിസ്, അതായത് സെമി മേജർ ആക്സിസിന്റെ നിന്നും r min സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സെമി മേജർ ആക്സിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് സെമി മേജർ ആക്സിസ് r0 by 1 minus epsilon square minus r min is r0 by 1 plus epsilon. So if I do these calculations, the fractional subtraction, I will get epsilon r0 by 1 minus epsilon square. Now we see that the eccentricity is equal to the ratio of x0 by a from the previous from here this is x0. So if I have x0 by a, that is the eccentricity. So from here the eccentricity is, we can show from this equation, eccentricity is equal to x0 by a. Similarly, I am going to find the length of the semi minor axis b. That means I am going to find out along the y direction what is the distance, half of the distance from the origin, geometrical origin. So we just take the minor axis and take the half of it. Similarly, the distance b is equal to root of r square minus x0 square. So what we get is, we get that cos theta is already found to be x0 by r, and then you find the value, put the value of x0 and r square in this equation, and then finally putting this we have to find the r value first in order to put the value in b equation. So I am substituting the value of this cos theta in this equation, r value, and then this is what I am going to find out, this b value. So this b value is found from the expression that r is this value. This is at right triangle. So using the Pythagoras theorem, so this is equal to hypotenuse square minus base square. So that means r square minus x0 square. So r is the value given here, x0 is already here. So I am substituting the value of these two things. I get the b value as r square minus x0 square is, so this is the r value we are finding from this, putting the value of r is r0 plus epsilon x0, and then I finally get the value of b as r0 by root of 1 minus epsilon square. So now I found the value of semi major axis and semi minor axis. Semi major axis is a and semi minor axis is b. So now we are going to prove that the origin lies at the focus of the ellipse. That means this that means the origin lies at the focus of the ellipse. If I am going to prove like that, then in this case of planetary motion, according to the definition of the ellipse, the sum of the distance from the foci to a point on the ellipse is a constant. So that means the sum of the distances from the foci to a point on the ellipse is a constant. Therefore, what we can say is, so if I take a point on the ellipse, and then if I take the sum of the points r and r dash, that will be constant for all the points on the ellipse. Now I have taken 2 points, r and r dash are the position coordinates of the 2 points on the ellipse, and then by the law of cosines we can say that, as we know that law of cosine says that a square is equal to b square plus c square minus
2ab cos theta. From that we can find the value of r cos theta, and again putting the value of r dash square, we can get the value of x0, and putting the value of x0 in this equation, we can find out the value of r0, r dash and r. You can see these derivations where you can easily solve these derivations and finally find the value of r dash, which we found to be plus or minus r minus a. Since a is very much greater than r, we can choose the negative sign to keep that r dash is greater than 0. So as we have r dash plus r is equal to a, so that means it is a constant, as that means we have proved that the sum of the distances of 2 points in the ellipse is a constant. Now we are going to conclude. We are going to list the results of this discussion for an inverse square law force problem, that is a planet sun problem. That means a planet is moving around the sun under a central force square law, inverse square, and using these formulas, E must be taken to be a negative number. So let us come to the conclusions. Please see here. So finally we found the value of r0, L square by mu c, and epsilon is this the value. These are the values which we have, and we got the value of the semi-major axis r0 by 1 minus epsilon square, and these constants are defined in the previous videos. And this semi-minor axis also given by r0 by root of 1 minus epsilon square, and x0 is the distance between this one of the foci and the geometric center of the ellipse. That is also found to be r0 epsilon by 1 minus epsilon square, and that can be written in terms of this constants. That is, c is gmm dash, that means the geometrical the gravitational the constant, and the value of E, that means the value of E is the energy. And finally these are the expressions we discussed in the previous videos, which you can substitute here and come to the final expressions for x0. So this is the conclusion of this video. So finally we derived that this ellipse is symmetrical, and we found the values. That means symmetrical means the semi-major axis and semi-minor axis are exactly equal, which means the total is equally divided. That means it passes through the center, and the origin is also at the foci, and we found that the sum of the distances at any 2 points of the ellipse is also constant. And these are the conclusions in this discussion, and we come to the end of this video. Thank you one and all. Thank you.